ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റിക്വസൈറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ് എന്നാണ്. അതിനെ എസെൻഷ്യൽ ഓഫ് എ മീറ്റിംഗ് എന്ന് പറയും. അതായത് ഒരു മീറ്റിങ്ങിൽ ആവശ്യമായ കാര്യങ്ങളാണ്. അതിന് ഫസ്റ്റ് പോയിൻ്റ് പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ മീറ്റിംഗ്, രണ്ടാമത്തത് നോട്ടീസ് ഓഫ് മീറ്റിംഗ്, മൂന്നാമത്തത് കോറം, നാലാമത്തത് ദ ചെയർമാൻ ഓഫ് മീറ്റിംഗ്, 5 മിനിറ്റ് ഓഫ് മീറ്റിംഗ്, 6 വോട്ടിംഗ്, 7 പ്രോക്സീസ്, എട്ടാമത്തത് റെസൊല്യൂഷൻ. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ മീറ്റിംഗ്. The first important requisite of a meeting is that it must be called a proper authority. The proper authority to convene a general meeting of a company is the board of directors. The board of directors pass a resolution to call meeting at a board meeting. അതായത് ഒരു നല്ല രീതിയിലൊരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ അതിന് ആദ്യത്തെ ആവശ്യമായ കാര്യം ശരിയായ അതോറിറ്റിയെ വിളിക്കണം എന്നാണ്. അതായത് ഒരു കമ്പനിയുടെ പൊതുയോഗം വിളിക്കാനുള്ള അധികാരമുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. അവർ പ്രമേയം പാസ്സാക്കുമ്പോഴാണ് ഇത് ചെയ്യുക. ഇത് ഒരു മീറ്റിങ്ങിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണിത്. രണ്ടാമത്തത് നോട്ടീസ് ഓഫ് മീറ്റിംഗ്. അതായത് ദ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് ഈസ് ദാറ്റ് എ പ്രോപ്പർ നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഷുഡ് ബി ഗിവൺ ടു ദ മെമ്പേഴ്സ്. ദ നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു ഓഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എവരി പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അതായത് ഒരു മീറ്റിംഗ് വിളിക്കേണ്ട രണ്ടാമത്തെ കാര്യം നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് മെമ്പേഴ്സിന്. അത് ഷുഡ് ബി ഗിവൺ ടു, അത് കൊടുക്കേണ്ടത് ഓഡിറ്റേഴ്സിന്, ഡയറക്ടേഴ്സിന് ആൻഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സിനാണ് കൊടുക്കുക. അത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 21 days ബിഫോർ ദ മീറ്റിംഗ് നോട്ടീസ് ഷുഡ് ബി ഗിവൺ. അതായത് 21 ദിവസം മുന്നേ തന്നെ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കൊടുത്തിരിക്കണം. The notice should be in written or through electronic mode. അതായത് നോട്ടീസ് ഒന്നെങ്കിൽ എഴുതി തയ്യാറാക്കി രീതിയിലുള്ളതോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫോമിലുള്ളതോ ആവണം. മൂന്നാമത്തെ പോയിൻ്റ് പ്ലേസ്, ഡേറ്റ് ആൻഡ് ടൈം മസ്റ്റ് ബി മെൻഷൻഡ് ഇൻ ദ നോട്ടീസ്. അതായത് പ്ലേസും ഡേറ്റും ടൈമും നിർബന്ധമായിട്ടും നോട്ടീസിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒരു നോട്ടീസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തത് കോറം. കോറം മീൻസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് who must be present in the meeting for valid of the meeting. If the quorum is not present, there is no meeting and proceeding held are valid. അതായത് കോറം എന്ന് പറഞ്ഞ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട മിനിമം ആൾക്കാരുടെ എണ്ണത്തെയാണ് കോറം എന്ന് പറയുക. ഈ കോറം ഇല്ലെങ്കിൽ ആ മീറ്റിംഗ് അസാധുവായി പോകും, അതിലെടുത്ത തീരുമാനങ്ങളൊന്നും നടക്കില്ല. അതായത് ഒരു മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അറ്റൻഡ് ആയിരിക്കണം. അതിനാണ് കോറം എന്ന് പറയുക. അടുത്തത് ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. ചെയർമാൻ ഈസ് ദ പേഴ്സൺ ഹു പ്രിസൈഡ്സ് ദ മീറ്റിംഗ്. എ ചെയർമാൻ ഈസ് നെസസറി ടു കണ്ടക്ട് എ മീറ്റിംഗ്. ദ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഫോർ ദ സ്മൂത്ത് കണ്ടക്ടിങ് ഓഫ് ദ മീറ്റിംഗ് റെസ്റ്റ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. ചെയർമാൻ എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനാണ്. ആ മീറ്റിംഗ് നടത്താൻ ചെയർമാൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെയർമാൻ ഉള്ളത്. അത് ഒരു മീറ്റിംഗ് നേരം പോലെ നടത്താനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ചെയർമാൻ്റെ ചുമലുള്ളതാണ്. അടുത്തത് മിനിറ്റ് ഓഫ് ദ മീറ്റിംഗ്. Minute can be described as a clear, accurate and concise record of the proceeding and the decision arrived at the meeting. All the minutes of successive meeting of an organization or a committee are collected in a book and this book is known as minute book. അതായത് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് മീറ്റിങ്ങിൽ വന്ന തീരുമാനത്തിൻ്റെ കൃത്യവും സംക്ഷിപ്തമായ രേഖയാണ് മീറ്റിംഗ് എന്ന് പറയുക. അതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ആ റെക്കോർഡ് ചെയ്ത് വെച്ച ബുക്കിനെയാണ് മിനിറ്റ് ബുക്ക് എന്ന് പറയുക. അതായത് നമ്മളെടുത്തൊരു മീറ്റിങ്ങിലെടുത്ത തീരുമാനത്തെയാണ് മീറ്റിംഗ് എന്ന് സിമ്പിളായി പറയുക. ആ മീറ്റിംഗ് ആ തീരുമാനം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതിനാണ് മിനിറ്റ് ബുക്ക് എന്ന് പറയുക. അത് ഒരു ഫ്യൂച്ചറിൽ അത് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് ഈ മിനിറ്റ് എന്ന് പറയുന്നത്. പിന്നേക്കുള്ളൊരു റെക്കോർഡും കാര്യങ്ങളായി പിന്നെ എപ്പോൾ എടുത്ത് ആവശ്യം വന്നാലും. അപ്പോൾ അതും മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തതാണ് വോട്ടിംഗ്.
unless the article otherwise provide question arising at the meeting of the board of directors shall be decided by a single majority. Each director has one vote for each resolution put to vote at the meeting. Every members who name appear in the register of the members has a right to vote at a general meeting. അതായത് ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ അത് ആ തീരുമാനം എടുക്കേണ്ടത് ഒരു വോട്ടിങ്ങിൽ കൂടെയാണ് ആ തീരുമാനം എടുക്കുക. അത് ആ വോട്ടിങ് ചെയ്യാൻ മെമ്പേഴ്സാണ്. അതായത് രജിസ്റ്ററിലുള്ള എല്ലാ മെമ്പർക്കും വോട്ട് ചെയ്യാൻ ജനറൽ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. വോട്ടിങ് കുറച്ച് തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റാണ് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു തീരുമാനം പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവർ കൈ പൊക്കുക, മറ്റൊരു കൈ താത്തുക എന്നുള്ളതാണ് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. വോട്ടിംഗ് ബൈ പോൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വോട്ടിംഗ് മെത്തേഡാണ് വോട്ടിംഗ് ബൈ പോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിൽ കൂടുതൽ ആൾക്കാർ ആ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അത് വോട്ടിംഗ് ബൈ പോള് എടുക്കുക. അതായത് വോട്ടിംഗ് ബൈ പോൾ ഈസ് ബിക്കം എ പോപ്പുലർ മെത്തേഡ് ഓഫ് വോട്ടിംഗ് പ്രസൻറ്റ്. അതായത് ഇപ്പോഴത്തെ ഒരു ഇതിൽ വോട്ടിംഗ് പോൾ എന്ന് പറയുന്നത് തീരുമാനം എടുക്കാൻ വളരെ നല്ലതാണ്. ഇഫ് ദ മെമ്പേഴ്സ് ഫീൽ ഡിസാറ്റിസ്ഫാക്ഷൻ അബൌട്ട് ദ റിസൾട്ട് ഓഫ് വോട്ടിംഗ് എ പോൾ ക്യാൻ ബി ഡിമാൻഡഡ്. ഇപ്പോൾ ബാക്കിയുള്ള തീരുമാനത്തിലൊക്കെ മെമ്പേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷനൊക്കെ ആയിരുന്നെങ്കിൽ പോളിലൂടെ അത് ഇതാക്കാൻ പറ്റും. അടുത്തതാണ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻ. ഇലക്ട്രോണിക് മീൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മീനിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വോട്ട് ചെയ്യുന്നതിനാണ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻ എന്നുള്ളത് പറയുന്നത്. അടുത്തത് പ്രോക്സീസ്. ഇറ്റ് ഈസ് ആൻ authorized agent of the member for the purpose of voting. A member entitled to attend and vote at the meeting may vote either in the person or by proxy. Proxy is also an instrument appointing a person as proxy. അതായത് ഈ പ്രോക്സി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു മിഡിൽ മാനാണ്. അതായത് വോട്ടിങ്ങിനായി അംഗീകരിച്ച ഒരു ഏജൻറ്റ് മാതിരിയാണ് ഈ പ്രോക്സി ഒരു മീറ്റിങ്ങിൽ പ്രവർത്തിക്കുക. അതിൽ പ്രോക്സിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുന്നു. അതായത് ഒരു മെമ്പറിന് പകരമായിട്ടാവും ഈ പ്രോക്സി എന്നുള്ള ആൾ പ്രവർത്തിക്കുക, ഒരു ഏജൻറ്റ് തന്നെ. അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്യാനും അതുമാതിരി തന്നെ അതിനുള്ള അവകാശമുണ്ട് മറ്റാൾക്ക് പകരമായിട്ട്. അടുത്തത് റെസൊല്യൂഷൻ. എവരി ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ അജണ്ട ഈസ് പുട്ട് ബിഫോർ ദ മീറ്റിംഗ് ഫോർ ഡിസ്കഷൻ, decision and approval. When it is approved by the required majority of members present, it become resolution. അതായത് ആ ഒരു മീറ്റിങ്ങിന് മുന്നേ നമ്മളൊരു അജണ്ട ഉണ്ടാക്കും. അതിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും തീരുമാനിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് റെസൊല്യൂഷൻ. അതായത് ആ മീറ്റിങ്ങിലെടുക്കണ തീരുമാനങ്ങളുണ്ട്, നമ്മളെ മീറ്റിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഒരു അതൊക്കെ എടുത്ത് അംഗീകരിച്ച് വരുമ്പോൾ ആവശ്യമായ ഭൂരിപക്ഷം അംഗങ്ങളും ഇത് അംഗീകരിക്കുമ്പോൾ, അതൊരു തീരുമാനം എടുത്തിട്ട് അതെല്ലാവരും കൂടി അംഗീകരിക്കുമ്പോൾ അത് പാസ്സാക്കുന്നതാണ് റെസൊല്യൂഷൻ. ഒരു മീറ്റിങ്ങിൽ എല്ലാ കാര്യവും ഡിസൈഡ് ചെയ്ത് തീരുമാനിക്കുന്നതിനാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മീറ്റിങ്ങിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ. താങ്ക് യു.